ഭയങ്കരമുള്ള ആ. ലോകത്തിലാണ് കിടക്കാതെ പുറത്ത് 21 വയസ്സേ ഉള്ളൂ. 4 വർഷത്തെ ഗ്രാജുവേഷൻ 3 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. കൺഗ്രാലേഷൻ. 40 വർഷമായിട്ട് താത്ത ഇവിടെ തേക്കുന്നത്. ഇപ്പൊ ഈ ചുറ്റുവട്ടത്തിലെ വെള്ളച്ചാമി ആര് മുറിയസനാർന്ന് അധികം അറിയില്ല. ഇവ വന്നപ്പോഴാണ് ഞങ്ങള് ഭയങ്കര പോപ്പുലറായി. അത് സ്കോളർഷിപ്പ് ഇല്ലാണ്ട് അവിടുത്തെ പ്രോഗ്രാമിന് എത്രയായിരുന്നു? 2.5 കോടി സ്കോളർഷിപ്പ് ഇല്ലാണ്ട്. സ്കോളർഷിപ്പ് എത്രയുണ്ടായിരുന്നു? രണ്ടടുത്തുണ്ടായിരുന്നു. കളിയാക്കലുകളൊക്കെ പലപ്പോഴും അതിര് കിടന്നു മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടല്ലേ? ഉണ്ട്. എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവര് കളിയാക്കിക്കൊണ്ടിരുന്നത്. പാണ്ടി പിന്നെ ഈ തേപ്പാരിന്റെ മകൻ 5 തൊട്ട് വരെ മുറിയസൻ ഇംഗ്ലീഷ് മീഡിയം പഠിക്ക വെച്ചതാ. സൂപ്പർ. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയാണ്. എന്തേ ആ 10 ലക്ഷം വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ആദ്യത്തെ സെമസ്റ്റർ ഫീസ് അടച്ചത്. എനിക്ക് പേരില്ലാത്തതുകൊണ്ട് എന്നെ വർക്ക് ചെയ്യാൻ സമ്മതിച്ചില്ല. ഫുൾ നെയിമിൽ ലൈക്ക് 2 നെയിംസ് ഇല്ലാത്തത്. ആദ്യമായിട്ടാണ് നോർവിച്ചിൽ ഗ്ലോബൽ ലീഡർഷിപ്പ് അക്കാഡമി എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ പോലത്തെ സംഭവമാണ്. പ്ലാറ്റിനം ലെവൽ കിട്ടി. അവർക്ക് സിൽവർ അങ്ങനെ ഓരോ ലെവൽസ് ഉണ്ട്. ഗോൾഡ്, പ്ലാറ്റിനാണ് ഏറ്റവും കൂടുതൽ. ആർക്കും കിട്ടിയിട്ടില്ല. എനിക്കാണ് ആദ്യമായിട്ട് കിട്ടിയത്. അപ്പോൾ അവർ എൻ്റെ പേരും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു മെഡൽ അവർ തന്നു. ഗ്രാജുവേഷൻ ഇടാൻ പറ്റിയത്. ടെമ്പറേച്ചർ ആയിരുന്നു ആദ്യമായിട്ട് ഞാൻ ഫീൽ ചെയ്തൊരു കാര്യം. ഭയങ്കര തണുവായിരുന്നു, സ്നോ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ജാക്കറ്റ് ഇല്ലാതെയാണ് പോയത്. അപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി ജീവിക്കാൻ പറ്റില്ലെന്ന്. മുരുകേശൻ എന്ന തേപ്പുകാരൻ ചേട്ടൻ്റെ മകൻ അമർനാഥ് കഴിഞ്ഞിടെ വാർത്തകളിൽ ഭയങ്കരമായിട്ട് നിറഞ്ഞിരുന്നു. മറ്റൊന്നുമല്ല, അമേരിക്കയിലെ ഒരു വലിയ സർവകലാശാലയിൽ പോയിട്ട് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിരിക്കുകയാണ്. എന്താ പറയുക, സാധാരണ ഒരാൾക്ക് സ്വപ്നം കാണുന്നതിനേക്കാൾ അപ്പുറമുള്ളത് എത്തിപ്പിടിച്ച അമർനാഥിനെ കാണാനാണ് ഞാൻ വന്നേക്കുന്നത്. അമർനാഥ് ഇവിടെ ഉണ്ട്. അമർനാഥേ വാ. ഹായ്. ഹലോ. ഇതാണ് ആള്. ചുള്ളനാണ്. 21 വയസ്സേ ഉള്ളൂ. ഗ്രാജുവേഷനായി അല്ലേ? ഗ്രാജുവേഷൻ കഴിഞ്ഞു. 4 വർഷത്തെ ഗ്രാജുവേഷൻ 3 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. കൺഗ്രാലേഷൻ. ഇനി ആളെക്കുറിച്ച് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം കേട്ടോ. 2006 അല്ലേ? 6 വീട്ടിലെ കമ്പത്തെ ഒരു കുഞ്ഞു വീട്ടിലിരുന്ന് അച്ഛനൊരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ കത്ത് എന്തായിരുന്നു പറഞ്ഞത്? കറക്റ്റ് ഓർമ്മയില്ല പറയുകയാണെങ്കിൽ. പക്ഷേ കേരളത്തിലോട്ട് അച്ഛൻ്റെ ഒപ്പം അങ്ങോട്ട് പോയി താമസിക്കുക, പിന്നെ പഠനം അവിടെ ചെന്ന് നോക്കുക എന്നൊരു ആ ഒരു മെസ്സേജിലാണ് കത്ത് എഴുതിയത്. കറക്റ്റ് എഴുതിയതൊന്നും ഓർമ്മയില്ല. എത്ര വയസ്സുണ്ടായിരുന്നു അന്ന്? 6 7 ഞാൻ 5ൽ പഠിക്കുന്ന സമയത്ത്. 5ൽ പഠിക്കുന്ന സമയത്ത് ഒരു 5ാം ക്ലാസ്സുകാരൻ അന്നേ പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അന്നത്തെ ആ വീടും സാഹചര്യം? ഓർക്കുന്നുണ്ടോ ഇപ്പം? നല്ല ഓർമ്മയുണ്ട്. വീട് ഇതിനേക്കാൾ ചെറിയ വീടാണ്. ഈ ഒരു മുറിയുടെ അത്രയും ഉണ്ടാവുള്ളൂ. ഭയങ്കര കുഞ്ഞു വീടാണ്. മണ്ണുകൊണ്ട് പണിതാണ്. അപ്പൊ പിന്നെ വെള്ളം വരുവാണെങ്കിൽ, മഴ വരുവാണെങ്കിലൊക്കെ ഇങ്ങനെ ചാറാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ അധികം സേഫ് അല്ല, ഭയങ്കര ചെറുതാണ്. എല്ലാരും കൂടി ഒരു മുറിയിൽ. എത്ര പേരായിരുന്നു അന്ന് വീട്ടില്? അന്ന് ആ ഒരു മുറിയിൽ മാത്രം ഞാൻ, അമ്മ, എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തെ മുറിയിൽ വേറെ ഫാമിലി, അങ്ങനെ കുറെ ആൾക്കാര്. റിലേറ്റീവ്സ് ആയിരുന്നു അന്ന്? ഞങ്ങളുടെ ബന്ധുക്കാരാണ്. അങ്ങനെ ഒരു മുറിയിൽ കഴിഞ്ഞിടത്തുനിന്നാണ് അച്ഛൻ കേരളത്തിലുണ്ടെന്നും കേരളത്തിൽ വന്നാൽ പഠിക്കാൻ പറ്റുമെന്ന് ആരാ പറഞ്ഞത്? എല്ലാവരും പറയാറുണ്ട് കേരളത്തെ എഡ്യൂക്കേഷൻ ഭയങ്കര നല്ലതാണ്. അപ്പൊ പിന്നെ ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ 5ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പിന്നെ മുകളിൽ ഞങ്ങൾക്ക് അറിയത്തില്ല എങ്ങടെ പോകേണ്ടതെന്ന്. അപ്പൊ ഗവൺമെന്റ് സ്കൂളിൽ ചേർക്കാന്ന് പറയുണ്ടായി. പക്ഷെ ഞാനുള്ള സ്ഥലത്ത് അത്രയ്ക്ക് നല്ലതായിരുന്നില്ല. അപ്പോൾ അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അച്ഛൻ്റെ ഫ്രണ്ട്സും അങ്ങനെ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോയാലോ ഒന്നും ആലോചിച്ചു. അതുപോലെ തന്നെ വീട്ടിലത്തെ സിറ്റുവേഷൻ അങ്ങനെ പഠിക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് ആലോചിച്ചെടുത്ത. 5ാം ക്ലാസ്സിൽ വെച്ചൊരു കത്ത് ഭയങ്കര ട്വിസ്റ്റായി. കത്ത് വായിച്ച മുരുകേശൻ അല്ലേ അച്ഛൻ ഭയങ്കര വിഷമത്തിലായിട്ട് ഒന്നും നോക്കിയില്ല. കശീം ഇവിടെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് തേപ്പ് പണിയായിട്ട് വന്നതാണ് അല്ലേ? അച്ഛൻ്റെ അച്ഛനും ഇവിടെ തന്നെ തേപ്പ് പണിയാണ് കേരളത്തില്. നമ്മുടെ കേരളത്തിൽ ഭയങ്കര എഡ്യൂക്കേഷൻ ഉണ്ടെന്നുള്ള അറിവ് കൊണ്ട് തന്നെയാണ് അമർനാഥ് അച്ഛന് കത്ത് എഴുതിയത്. 5ാം ക്ലാസ്സുകാരൻ്റെ ഓർമ്മ എന്ന് വെച്ചിട്ട് പറയണം. 10-11 വയസ്സ് അതിലാണ് ഇവിടെ വന്നു. അച്ഛൻ കൂട്ടിക്കൊണ്ട് വന്നു അനിയത്തീനെ, അമ്മേനെയും. എന്നിട്ടും ഇവര് തുഴയുകയായിരുന്നല്ലേ? ഇവിടെ വന്നിട്ട് എങ്ങനെയായിരുന്നു ജീവിത സാഹചര്യം? ഇവിടെ വന്നൊരു ജീവിതം സെയിം തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇവിടെ പക്ഷെ പുതിയ ലാംഗ്വേജും ആൾക്കാരെ അറിയത്തില്ല. അപ്പൊ പിന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇവിടെ ജീവിക്കാൻ. അതുപോലെ തന്നെ ഭാഷ അറിയാത്തതുകൊണ്ട് പഠിക്കാനും സാധിച്ചില്ല. കാരണം 6th വന്നപ്പോൾ എല്ലാ ക്ലാസ്സും മലയാളത്തിലായിരുന്നു. ആ സമയത്ത് എനിക്ക് ഇംഗ്ലീഷും അറിയത്തില്ല. അപ്പോൾ പിന്നെ ലൈക്ക് ഒന്നും മനസ്സിലായില്ല. പക്ഷേ എൻ്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ എനിക്ക് വാങ്ങി തന്നതാണ്. തേക്കുന്ന വീട്ടിൽ ഒരാൾ ഇങ്ങനെ എനിക്ക് ബുക്ക് തന്നതാണ്. അത് ട്രാൻസ്ലേറ്റർ പോലത്തെ ബുക്ക്. സോ മലയാളത്തിലും തമിഴിലും ഇംഗ്ലീഷിലും അങ്ങനെ 3 ലാംഗ്വേജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വായിച്ചിട്ട് ഞാൻ കുറച്ച് വാക്കുകൾ പഠിച്ചു. പക്ഷെ അത് കണക്ട് ചെയ്ത് സെൻറ്റൻസ് ആക്കാൻ പറ്റിയില്ല. പിന്നെ അത്യാവശ്യം ടൈം എടുത്തു. ഒരു
ഒരു മാസത്തിലെങ്ങാണ്ട് കുഴപ്പമില്ലാതെ എന്തെങ്കിലുമൊക്കെ പറയാൻ സാധിച്ചു. പിന്നെ എഴുതാനൊക്കെ ഒരു 1.5 മാസം എടുത്തു മൊത്തം. പിന്നെ ഇങ്ങനെ പതിയെ പതിയെ പിന്നീട് 6ാം ക്ലാസ് കഴിഞ്ഞു. 6 കഴിഞ്ഞ് ഇങ്ങനെ +2 വരെ 10ലും 90 എത്ര പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു? എല്ലാം A+, A ആയിരുന്നു. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കറക്റ്റ് ഓർമ്മയില്ല. അതിനുശേഷം പുള്ളിയുടെ ലൈഫിൽ പിന്നീട് ഒരിക്കലും സ്വപ്നം കണ്ടിരുന്നതല്ല അല്ലേ അമേരിക്ക? അല്ലല്ല. പിന്നെ അതെങ്ങനെയായിരുന്നു, ആ വഴിയിലേക്ക് എങ്ങനെയാണ് വന്നത്? +1 പഠിക്കുന്ന സമയത്ത് ജോർജ് എൻ്റെ ഫ്രണ്ട്, അപ്പോൾ അവൻ പുറത്തു പോകണമെന്ന് അവന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അവൻ SAT എന്ന് പറഞ്ഞ എക്സാം എഴുതുമായിരുന്നു. അപ്പോൾ അവന് കമ്പനി കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ വെറുതെ വിളിച്ചു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു വെറുതെ ഇരിക്കില്ല പോവാന്നാൽ എന്നാൽ പിന്നെ അവൻ പറഞ്ഞു ലൈക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പഠിച്ച് എഴുതുവാണെങ്കിൽ കിട്ടുവാണെങ്കിൽ കിട്ടി, അല്ലെങ്കിൽ പിന്നെ പോയാൽ പോയി. അപ്പോൾ പിന്നെ അങ്ങനെ നോക്കി. അപ്പോൾ ആദ്യം അതിന് ഫീസ് 7,000 8,000 കണ്ടായിരുന്നു. പക്ഷേ ഒരു സ്കോളർഷിപ്പ് പോലത്തെ ഓഫർ കുറേ പേര് കിട്ടാറുണ്ട് അപേക്ഷിക്കുകയാണെങ്കിൽ. അപ്പം അങ്ങനെ കിട്ടിയപ്പോൾ 700 കണ്ട് അടയ്ക്കേണ്ടി വന്നു. അപ്പം പിന്നെ ഞാൻ പാരൻസിനോട് ചോദിച്ചു, അവർ വേണ്ടെന്നാ പറഞ്ഞേ. പിന്നെ പഠനത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞപ്പോൾ അവർ പതിയെ സമ്മതിച്ചു. അപ്പം പിന്നെ ആ ഒരു 700 സംതിങ് കൊണ്ട് ഞാൻ എക്സാം എഴുതാൻ പോയി. ആദ്യത്തെ എക്സാമിൽ വലിയ മാർക്ക് ഉണ്ടായിരുന്നില്ല, പക്ഷെ ഒരു അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ടോപ്പറല്ല കേട്ടോ, ഞാൻ കറക്റ്റ് ആവുക ടോപ്പറല്ല, പക്ഷേ ടോപ്പർ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ഒരു പെർസെൻറ്റേജ് കടന്നു കഴിഞ്ഞാൽ ആ ഒരു റീജിയനിൽ എല്ലാവർക്കും ഒരു ടോപ്പർ എന്ന് പറഞ്ഞ ബാജ്. അപ്പോൾ ഇന്ത്യ ടോപ്പർ എന്ന് പറഞ്ഞൊരു ബാജ് കിട്ടി. അപ്പോൾ പിന്നെ അത് കിട്ടിയപ്പോഴും അതുപോലെ തന്നെ ഈ റോബിൻഹുഡ് ആർമി, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം, അതുപോലത്തെ കുറച്ച് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് ഒരുമിച്ച് ഇങ്ങനെ ആപ്ലിക്കേഷൻ ഇട്ടൊന്ന് തുടങ്ങാമെന്ന് പ്ലാൻ ചെയ്തു. എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, ബിക്കോസ് എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. അപ്പോൾ പിന്നെ ജോർജിനോട് പറഞ്ഞു. ജോർജ് കുറേ സഹായിച്ചു. അവനാണ് ഈ ബുക്സ് SAT പഠിപ്പിക്കലും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. അവനായിരുന്നു എൻ്റെ ആപ്ലിക്കേഷൻ ചെയ്തിരുന്നത്. പിന്നെ അവൻ ഒരു 10-12 കോളേജും കണ്ട് ഞങ്ങൾ ഒരുമിച്ച് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. കൊടുത്തതിൽ ഒരു 8 കിട്ടിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഇവർ ചെയ്തതെല്ലാം ഡയറക്റ്റ് ആയിട്ടാണ്, അതായത് ഒരാളുടെ, അതായത് നമ്മളിപ്പോൾ മൊത്തം എന്താ പറയുക, ഒരുപാട് സ്റ്റഡി അബ്രോഡ് പ്രോഗ്രാം കൺസൾട്ടൻസി ഉണ്ട്, അവരുടെ ഒന്നും അടുത്ത് പോയില്ല. അവർ പഠിച്ചു, ആ എക്സാം എഴുതി, എന്നിട്ട് നേരെ അപ്ലൈ ചെയ്തു. അപ്പൊ തന്നെ പറഞ്ഞാൽ 11ഓളം കൊടുത്തു, 7-8 കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കിട്ടിയ പിന്നെ എനിക്ക് കുറച്ച് സ്ഥലത്ത് കിട്ടി. പക്ഷെ വീട്ടിലാരും വിശ്വസിച്ചില്ല, ഞാനും വിശ്വസിച്ചില്ല. കാരണം ഇത് ഇമെയിൽ വന്നു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കാനാണ്. അപ്പോൾ പിന്നെ പക്ഷേ ടെക്സസിലത്തെ ഒരു കോളേജിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് അവർ മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഫിസിക്കൽ കോപ്പി, അഡ്മിഷൻ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ തന്നിരുന്നു. അപ്പോൾ അത് എൻ്റെ അമ്മയാണ് ആദ്യം നോക്കിയത്, ഞാൻ ഉണ്ടായിരുന്നില്ല വീട്ടിൽ. അപ്പോൾ അമ്മ ഇങ്ങനെ ഓപ്പൺ ചെയ്തു. ഷീ കോൾ ലൈക്ക് അമ്മ എന്നെ വിളിച്ച് തന്നിട്ട് വേഗം വായോ. ഞാൻ വീട്ടിൽ വന്നപ്പോൾ അമ്മയുടെ കയ്യിൽ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ആരും വിശ്വസിച്ചില്ല, അവർക്ക് വായിക്കാനും പറ്റിയില്ല. കണ്ടപ്പോൾ കോളേജാണെന്ന് മനസ്സിലായി. അപ്പം ഞങ്ങൾ തുറന്നു നോക്കി, കോളേജ് അഡ്മിഷൻ കിട്ടിയെന്ന് അപ്പോഴാണ് പാരൻസ് ആദ്യമായിട്ട് തന്നെ വിശ്വസിച്ചത്. അപ്പം പിന്നെ ഞങ്ങൾ പതിയേനെ ഇങ്ങനെ ലൈക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ പതിയേനെ ഈ കാശിൻ്റെ ഭാഗത്തേക്ക് നോക്കിയപ്പോഴാണ് മനസ്സിലായി ഇത് നടക്കത്തില്ലെന്ന്. അപ്പോൾ പിന്നെ ഞങ്ങൾ വേറെ കുറച്ച് കോളേജസിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ കുറേ സ്ഥലത്ത് കിട്ടി. പക്ഷേ ടെക്സസിൽ അത്യാവശ്യം സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. സ്കോളർഷിപ്പ് ഇല്ലാണ്ട് അവിടുത്തെ പ്രോഗ്രാമിന് എത്രയായിരുന്നു? ഇപ്പൊ പഠിച്ചിറങ്ങിയ നോർവിച്ച് അവിടെ ഒരു 2.5 കോടി 3 കോടി സ്കോളർഷിപ്പ് ഇല്ലാണ്ട്. സ്കോളർഷിപ്പ് ഇല്ലാണ്ട് 2.5 കോടി 3 കോടിയുടെ ഇതാണ്. സ്കോളർഷിപ്പ് എത്ര ഉണ്ടായിരുന്നു? സ്കോളർഷിപ്പ് ആ സമയത്ത് 2 അടുത്തുണ്ടായിരുന്നു. ബാക്കി പണം കണ്ടെത്തി ഇത് പഠിച്ചും അല്ലെ, പഠിച്ച് ജോലി ചെയ്തിട്ട് തന്നെയാണ്, പാർട്ട് ടൈം ജോലി ചെയ്തിട്ടാണ്. അതായത് 3 കോടിയുടെ ഒരു കോഴ്സ് എന്ന് തന്നെ കണ്ണു തള്ളി പോകുന്നുണ്ട്. അത് വിശ്വസിച്ച്, അതായത് എന്താ പറയാ, ഡെയിലി അന്നന്നത്തിന് പോലും തികയാതെ വീട്ടിൽ നിൽക്കണ അച്ഛനും അമ്മയും അമർനാഥിനെ വിശ്വസിച്ചിട്ടാണ് അല്ലെ. അവർക്ക് പേടിയുണ്ടായിരുന്നോ വിടാനൊക്കെ? അവർക്കും പേടിയുണ്ടായിരുന്നു, എനിക്കും ഉണ്ടായിരുന്നു. കാരണം അറിയാത്ത സ്ഥലം, എനിക്ക് ഇംഗ്ലീഷ് അങ്ങനെ ആ സമയത്ത് അറിയണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും പേടിയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പോകണ്ടെന്ന് തീരുമാനിച്ചു. വീട്ടുകാർ എല്ലാവരും കൂടി ഒരുമിച്ച് പോകണ്ട, അറിയാത്ത സ്ഥലമാണ്, ശരിയാവില്ല എന്ന് തീരുമാനിച്ചു. പക്ഷേ ഇത് ഞാൻ ജോർജിൻ്റെ ഒപ്പം സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ജോർജിൻ്റെ അമ്മയോടും, ആള് എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു ക്രൈസ്റ്റ് കോളേജിൽ. അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് അവർ മനോരമ ന്യൂസിൽ ഇങ്ങനെ അറിയിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു രാവിലെ ഒരു 8 മണിക്ക് റെഡി ആയിരിക്കാൻ, ആരെങ്കിലും ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യും, അത് കഴിഞ്ഞ് അവർ കാശിൻ്റെ കാര്യത്തിൽ. അപ്പോൾ പിന്നെ വല്ലതും നടക്കുകയാണെങ്കിൽ ഭാഗ്യത്തിൽ അങ്ങനെ നടന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ലൈക്ക് വാർത്തയും കാര്യങ്ങളൊക്കെ കൊടുത്തു. മനോരമയിലാണ് എൻ്റെ ഓർമ്മയിൽ ആദ്യം പത്രം കൊടുത്തത്. പിന്നെ മാതൃഭൂമി, അങ്ങനെ കുറേ പരസ്യ ന്യൂസ് പേപ്പേഴ്സിലും ന്യൂസ് ചാനൽസിലും നാഷണൽ TV യിലും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാത്തിലും പോയപ്പോൾ
കുറേ ആൾക്കാർ എന്നെ കോൾ ചെയ്തു, ഇങ്ങനെ പണം തന്ന് സഹായിക്കാമെന്ന് പറഞ്ഞു. കുറേ ആൾക്കാർ GPay ചെയ്തു, ചിലത് ഞങ്ങൾ ഫിസിക്കലി നേരിട്ട് ചെന്ന് വാങ്ങി. അപ്പോൾ പിന്നെ അങ്ങനെ കൂടി വെച്ച് നോക്കുമ്പോൾ ഒരു 10 ലക്ഷം അടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ 10 ലക്ഷം വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ആദ്യത്തെ സെമസ്റ്റർ ഫീസ് അടച്ചത്. ആദ്യത്തെ സെമസ്റ്റർ ഫീസ് ഫുൾ അടച്ചു. കാരണം എനിക്ക് പേരില്ലാത്തതുകൊണ്ട് എന്നെ വർക്ക് ചെയ്യാൻ സമ്മതിച്ചില്ല. ഫുൾ നെയിമിൽ ലൈക്ക് 2 നെയിംസ് ഇല്ലാത്തതുകൊണ്ട്. അത് 2 നെയിംസ് ഇല്ലെങ്കിൽ US പോലുള്ള കൺട്രിയിൽ അതാണ് ഞാൻ ആദ്യം അമർനാഥ് എന്ന് മാത്രം പറഞ്ഞിരുന്നത്. അപ്പം വർക്ക് ചെയ്യാൻ സമ്മതിച്ചിരുന്നില്ല. വർക്ക് ചെയ്യാൻ സമ്മതിക്കില്ല. കാരണം ഇവിടെ ആധാർ കാർഡ് ഇവിടെ നമുക്ക് ഒരു ഫസ്റ്റ് നെയിം മാത്രം കൊടുത്താൽ മതി. പക്ഷെ അവിടെ അതുപോലത്തെ ഒരു സംഭവത്തിൽ ഫസ്റ്റും വേണം ലാസ്റ്റും വേണം. ലാസ്റ്റ് ലൈക്ക് മസ്റ്റാണ്. അപ്പോൾ പിന്നെ അവർ അങ്ങോട്ട് ഇങ്ങോട്ട് ഇട്ട് നോക്കി. പിന്നെ എൻ്റെ ഡോക്യുമെന്റ്സ് ഒന്നും മാച്ച് ആയില്ല. കാരണം വിസയിൽ എൻ്റെ പേര് FNU എന്ന് പറഞ്ഞു, ഫസ്റ്റ് നെയിം അൺനോൺ. അപ്പം പിന്നെ ഓരോ സ്ഥലത്തും ഓരോ പേരായതുകൊണ്ട് അവർ ലൈക്ക് ഇൻ്റർവ്യൂവിന് പോലും അവർ സമ്മതിച്ചില്ല. അപ്പോൾ പിന്നെ ഒരു ശരിക്കും പറഞ്ഞാൽ 2ാമത്തെ സെമസ്റ്ററിന് അവസാനം മൊത്തം ഒരു 8 മാസം കണ്ടെടുത്തു ആ ഒരു ആപ്ലിക്കേഷൻ ഫസ്റ്റ് പ്രോസസ്സ് തന്നെ ക്ലോസ് ചെയ്യാൻ. അപ്പോൾ പിന്നെ അവർ ഞാൻ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ലൈക്ക് ഇൻ പേഴ്സൺ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ എനിക്ക് സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ തന്നു. അതാണ് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ട ഒരു മെയിൻ കാർഡ്. പിന്നെ അത് കിട്ടിയ പിന്നെ പതിയെ വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ കോളേജിലുള്ള എല്ലാ പാർട്ട് ടൈം ജോബ്സും ഞാൻ ചെയ്തു. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ കോളേജിൽ ഞാനാണ് ആദ്യമായിട്ട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് ഒരു ബോഡിയിൽ വെച്ച് തന്നെ ലൈക്ക് റിസർച്ച് എന്നൊരു സംഭവം തുടങ്ങുന്നത്. ബിക്കോസ് കുറേ ആൾക്കാർക്ക് അറിയത്തില്ല റിസർച്ച് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ പിന്നെ ഞാനായിരുന്നു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് പോപ്പുലേഷനിലും നോർമൽ പോപ്പുലേഷനും വെച്ച് തന്നെ കുറേ റിസർച്ച് ചെയ്തത്. അപ്പോൾ പിന്നെ അവരെന്നെ ലീഡ് അംബാസഡർ ആക്കി. അപ്പോൾ കുറേ ആൾക്കാർ കോളേജിൽ തന്നെ അറിഞ്ഞു. അപ്പോൾ പിന്നെ കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കോളേജിനകത്ത് തന്നെ കിട്ടി. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റ് സെമസ്റ്റർ അല്ലെങ്കിൽ സെക്കൻഡ് സെമസ്റ്റർ തൊട്ട് ഞാൻ ഫുൾ ടൈം ഇങ്ങനെ ഓരോ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പാർട്ട് ടൈം ജോബ്സും റിസർച്ചും ഇങ്ങനെ ചെയ്ത് ലൈക്ക് പോവായിരുന്നു എൻ്റെ പരിപാടി. അമർനാഥ് അവിടെ ചെന്നിട്ടും ഏറ്റവും ടോപ്പറായിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചെത്തിയേക്കുന്നത്. ഏറ്റവും ടോപ്പർ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു ബാഡ്ജ് കിട്ടിയില്ലായിരുന്നു. ഏറ്റവും അത് ബാച്ച് ലീഡർഷിപ്പിനായിരുന്നു. ഞാൻ കോളേജിൽ കുറേ ലീഡർഷിപ്പ് ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട്, പേഴ്സണലായിട്ടും പ്രൊഫഷണലായിട്ടും. അപ്പോൾ ആദ്യമായിട്ടാണ് നോർവിച്ചിൽ ഗ്ലോബൽ ലീഡർഷിപ്പ് അക്കാഡമി എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ പോലത്തെ സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പ്ലാറ്റിനം ലെവൽ കിട്ടി. അവർക്ക് സിൽവർ, എന്താ പറയുക, അങ്ങനെ ഓരോ ലെവൽസ് ഉണ്ട്. ഗോൾഡ്, പ്ലാറ്റിനം ഏറ്റവും കൂടുതൽ. ആർക്കും കിട്ടിയിട്ടില്ല, എനിക്കാണ് ആദ്യമായിട്ട് കിട്ടിയത്. അപ്പോൾ അവർ ലൈക്ക് എൻ്റെ പേരും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു മെഡൽ അവർ തന്നു, ഗ്രാജുവേഷൻ ഇടാൻ പറ്റിയത്. പിന്നെ നല്ല രസമുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ലേ, അതിലേക്കൊരു വഴി എന്ന് പറയുന്നത് നമ്മൾ കമ്പത്ത് നിന്ന് അയച്ച 5ാം ക്ലാസ്സുകാരൻ്റെ ഒരു കത്താണ് ഒരു എന്താ പറയുക ഈ വട്ടത്തിലൊരു അവിടെ ചെന്നിട്ട് പഠിക്കണം എന്നുള്ളൊരു അതായിരുന്നോ, അതോ ജോലി എടുത്തിട്ട് ഈ കോഴ്സ് തീർക്കണം എന്നായിരുന്നു? കാരണം 4 വർഷത്തെ കോഴ്സ് 3 വർഷം കൊണ്ട് തീർക്കാനൊരു പ്ലാൻ ഉണ്ടായിരുന്നല്ലോ, എങ്ങനെയായിരുന്നു അത്? ഞാൻ ആദ്യത്തെ വർഷം തീരുമാനിച്ചില്ല. ഞാൻ വിചാരിച്ചു എനിക്ക് എന്തെങ്കിലും ജോലി കിട്ടിയാൽ മതി. കാരണം 8 മാസമായി ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ എനിക്കറിയാം ഈ ജോലി കിട്ടിയില്ലെങ്കിൽ തിരിച്ചു പോകേണ്ടി വരും. പിന്നെ ഭാഗ്യത്തിൽ പെട്ടെന്ന് കിട്ടിയതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ മൈൻഡ് ഫുള്ളും ജോലി എടുത്ത് ആ ഒരു മന്ത്ലി ഇങ്ങനെ ഇൻസ്റ്റാൾമെൻറ്റിൽ അടച്ചില്ലെങ്കിൽ എനിക്ക് അടുത്ത ക്ലാസ്സിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല പഠിക്കാനേ. അപ്പോൾ പിന്നെ അവിടെ സ്റ്റോപ്പ് ആവും. അപ്പോൾ ആദ്യം നമ്മൾ കാശ് അടയ്ക്കണം. അപ്പോൾ പിന്നെ ആ ഒരു ടെൻഷൻ സൈഡിലുണ്ടായിരുന്നു. ബാക്കപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ കുറേ ജോബ്സ് ഓഫേഴ്സ് എനിക്ക് കിട്ടിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ എനിക്കത് തിരിച്ചടയ്ക്കാൻ സാധിച്ചു. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഈ 3 വർഷം കൊണ്ടുള്ള 4 വർഷത്തെ കോഴ്സ് 3 വർഷം കൊണ്ട് എങ്ങനെയാണ് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നത്? അത് നമ്മൾ കൂടുതൽ ക്ലാസ് എടുക്കേണ്ടി വരും. യൂഷ്വലി നമ്മളിവിടെ കോളേജ് പഠിക്കുകയാണെങ്കിൽ ഒരു 5 ക്ലാസ് എടുക്കാമെന്ന് വിചാരിക്കുക. ഞാനൊരു 7 8 ക്ലാസ് എടുക്കേണ്ടി വന്നു. അതുപോലെ തന്നെ ഓൺലൈനിലായിട്ട് ഞാൻ പഠിച്ചങ്ങനെ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വന്നു. പിന്നെ ഓരോ സ്ഥലങ്ങളിൽ ഞാൻ പഠിച്ചു. 3ാമത്തെ വർഷത്തിൻ്റെ തുടക്കത്തിലാണ് ഞാൻ, അല്ലെങ്കിൽ 2.5 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ തീരുമാനിച്ചത് ലൈക്ക് നേരത്തെ ഗ്രാജുവേറ്റ് ചെയ്യണമെന്ന്. ഫുൾ പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കറിയാം 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പഠിക്കാൻ സാധിക്കില്ല. കാരണം ഓരോ വർഷവും അവരിങ്ങനെ ഫീസ് കൂട്ടി പോവാണ്, എത്രയാണ്ട് ലക്ഷം വെച്ചിട്ട്. അപ്പോൾ പിന്നെ എനിക്കറിയാം 3ാമത്തെ വർഷമാണ് എൻ്റെ ഏറ്റവും അവസാനം അടയ്ക്കാൻ പറ്റുന്ന കാശ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ആ ഒരു പ്രഷറും കൂടി വന്നപ്പോൾ ഞാൻ ഇങ്ങനെ എക്സ്റ്റേണലായിട്ടും വേറെ ആൾക്കാരൊക്കെ സംസാരിച്ച് അങ്ങനെ കുറേ ക്ലാസ്സസ് എടുത്തു കൂട്ടി. അപ്പോൾ അവസാനത്തെ സെമസ്റ്റർ വരെ ഒരു ഫുൾ ക്രെഡിറ്റ്സ് ഉണ്ടായിരുന്നു. ക്രെഡിറ്റ് ലിമിറ്റ് നമുക്ക് 19ആണ് മാക്സ്. അതിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ലക്ഷങ്ങളാണ് അടയ്ക്കണം. അപ്പോൾ ആ ഒരു ലിമിറ്റിൽ വെച്ച് ഞാൻ ഫുൾ ടൈം ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ആ ഫുൾ മാക്സിമം ലിമിറ്റ് തന്നെ കവർ ചെയ്തു. അപ്പോൾ പിന്നെ എനിക്ക് ലൈക്ക് ഗ്രാജുവേറ്റ് ചെയ്യാൻ സാധിച്ചു. ട്രാൻസ്ഫറും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ മാത്രമല്ല അമർനാഥിന് ഇവിടുന്ന് ലോണൊന്നും എടുക്കാനും പറ്റിയിട്ടില്ല ഈ ഒരു ഒറ്റ ഉള്ളത് കൊണ്ട്. ശരിക്കും സ്കൂൾ കാലഘട്ടത്തിൽ ഒരുപാട് പേര്, ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞൊരു തേപ്പുകാരൻ്റെ മകൻ അല്ലെങ്കിൽ തമിഴ് പണ്ട് കാലങ്ങളിൽ എൻ്റെയൊക്കെ ചെറുതിലെ
കുട്ടികളെയൊക്കെ കളിയാക്കാൻ ഉപയോഗിക്കുന്നത്. ഒരുപാട് കളിയാക്കൽ കേട്ടിട്ട് പഠിത്തമൊക്കെ വേണ്ടാന്ന് വെച്ച് വെക്കാനൊക്കെ ഉള്ള പ്ലാൻ ഉണ്ടായിരുന്നെന്ന് കേട്ടു. അതെ, അത് ഉണ്ടായിരുന്നു. അത് 6th 7th ആ ഒരു ഇയറിൽ, ആ 2 yearsലായിരുന്നു ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നത്. കാരണം ഭാഷ അറിയില്ല, അവർ പറയുന്നത് ഞങ്ങൾ പറയുന്നത് അവർക്ക് മനസ്സിലാവില്ല, അവർ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. പക്ഷെ ഒന്ന് പഠിച്ച് വന്നപ്പോഴേക്കും എന്താ പറയുക, ആൾക്കാർക്കും എനിക്കും ഫൈറ്റ് അല്ല, പക്ഷെ അവർക്ക് എന്താണ്ട് വെറുപ്പ് എന്നോട്, എന്താണെന്ന് അറിയത്തില്ല. ആദ്യം അവർ പറഞ്ഞിരുന്നത് എൻ്റെ സ്കിൻ കളർ കാരനായിരുന്നു, അപ്പോൾ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ രീതിയിൽ. പിന്നെ അതുപോലെ തന്നെ ഭാഷ അറിയാത്തതിൻ്റെ ഒരു പ്രശ്നം, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, സ്മിനി മിസ് എൻ്റെ ക്ലാസ് ടീച്ചറാണ്, 8th മാത്ത് ടീച്ചറാണ്. അപ്പോൾ ആള് എന്നോട് പറഞ്ഞു, ഞാൻ വിശ്വസിച്ചില്ല, ആൾ പറഞ്ഞ ഇതാണ്, നീ നന്നായി പഠിക്കുവാണെങ്കിൽ ഈ കളിയാക്കുന്ന ആൾക്കാരൊക്കെ നിൻ്റെ ലൈക്ക് ഫ്രണ്ട്സായി മാറും, അല്ലെങ്കിൽ അവർ നിന്നെ മര്യാദ തരും. പക്ഷെ ആരും കേട്ടുകഴിഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോകില്ല. ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പ് ലൈക്ക് ശരിയാവുക ഫ്രണ്ട്സായിട്ട്? അത് പിന്നെ ശരിയായില്ല, ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ എന്നാലും ലൈക്ക് ആ ഒരു 8th ആ ഒരു ടൈമിലാണ് ഞാൻ ശരിക്കും പഠിച്ച് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. 6th 7th ഒരു മാർക്കും ഉണ്ടായിരുന്നില്ല, കാര്യമായിട്ട് പാസ്സായി പോയിന്ന് മാത്രം. അപ്പൊ പിന്നെ 8th കളിയാക്കലുകളൊക്കെ പലപ്പോഴും അതിര് കിടന്ന് മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടല്ലേ? ഉണ്ട്. എന്തൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവര് കളിയാക്കിക്കൊണ്ടിരുന്നത്? ഈ പാണ്ടി, പിന്നെ ഈ തേപ്പാരിൻ്റെ മകൻ, അല്ലെങ്കിൽ എനിക്ക് കറക്റ്റ് ഓർമ്മയൊന്നുമില്ല, പക്ഷെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മളതൊക്കെ മറന്നേക്കാം, അതൊക്കെ എല്ലാം മറന്നു. ഇപ്പൊ അമർനാഥ് എന്ന് പറയുന്നത് അതൊന്നും അല്ല, അമേരിക്കയിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയിട്ട് വന്നു, അങ്ങനെയാണ് ആൾക്കാരെ അറിയപ്പെടുന്നത്. ഇപ്പൊ അങ്ങനെയാണ് അമർനാഥിന്റെ അച്ഛനും അമ്മയും അറിയപ്പെടുന്നത്. അച്ഛനും അമ്മയ്ക്കും ഇപ്പം മോൻ പോയി കഴിഞ്ഞിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നോ എങ്ങനെ ഇത്? കാരണം ഫീസിന്റെ കാര്യമാണല്ലോ ഏറ്റവും കൂടുതൽ, കാരണം ബാക്കപ്പ് ഇല്ല, ഒന്നുമില്ല, ലോൺ ഇല്ല, പിന്നെ ഇവിടെ നമുക്ക് വേറൊരു ബാക്കപ്പ് ഇല്ല. അപ്പൊ എങ്ങനെയായിരുന്നു അവരെങ്ങനെയായിരുന്നു സർവൈവ് ചെയ്ത ആ സമയങ്ങളിൽ? ക്യാഷ് ഒക്കെ ഇങ്ങോട്ട് അയച്ചിരുന്നു അവർക്ക്? ഇല്ല, കാരണം എനിക്ക് ക്യാഷ് അയക്കാനും പറ്റിയില്ല, പേരില്ലാത്തതുകൊണ്ട്, ഫുൾ നെയിം ഇല്ലാത്തതുകൊണ്ടേ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റിയില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പണത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ജോർജിലൂടെ വാങ്ങണം, കാരണം അവനും ഫുൾ നെയിം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പാരൻസിന് നല്ല പേടി ഉണ്ടായിരുന്നു, ലൈക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു, മെഡിക്കൽ എമർജൻസി അല്ലെങ്കിൽ ലൈക്ക് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് എമർജൻസി വന്നു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, തിരിച്ച് പോരേണ്ടി വരും. പിന്നെ അതോർത്ത് അവർ പേടിക്കുന്നുണ്ടായിരുന്നു. ബട്ട് ലക്കിലി ഒന്നും സംഭവിച്ചില്ല. അമർനാഥ് പുതിയതായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതൊന്ന് പറഞ്ഞേ, എന്താ സംഭവം? സ്റ്റാർട്ടപ്പ് എനിക്ക് US ഉണ്ടായിരുന്നു, സ്കിൽ സെറ്റ് എന്നാണ് പേര്. ഞാൻ ഇപ്പോൾ നെയിം കൊടുത്തു എന്ന് മാത്രം. റീസെൻ്റ്ലി ഞാൻ കോളേജിൽ ഭാഗമായിട്ട് കുറേ ആൾക്കാർക്ക് പഠിപ്പിച്ചിട്ടുണ്ട്, ക്ലാസ് ടീച്ചർ ആ ഒരു പൊസിഷനിലൂടെ, ടീച്ചിങ് അസിസ്റ്റൻറ്റ്, ട്യൂട്ടർ, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ കുറേ ഡേറ്റ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ എടുത്തു കൊടുത്തിട്ടുണ്ട് പ്രൊഫഷണൽ ആയിട്ട് തന്നെ. അപ്പോൾ ആ ഒരു ജേർണി ഞാനിവിടെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടപ്പിൻ്റെ പേര് സ്കിൽ സെറ്റ് എന്നാണ്. ഗോൾ എന്ന് പറയുമ്പോൾ സാധാരണ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇങ്ങനെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നു, സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, അങ്ങനെയല്ല, ഓപ്പോസിറ്റാണ്. പകരം വെറുതെ പഠിപ്പിക്കാതെ നമ്മളൊരു പ്രോജക്റ്റ് എടുത്ത് ഫിക്സ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ പഠിച്ചു. കാരണം നമ്മൾ വെറുതെ പഠിക്കുകയാണെങ്കിൽ മനസ്സിലൊന്നും നിൽക്കത്തില്ല. പിന്നെ ആർക്ക് വേണമെങ്കിലും ഓൺലൈനിൽ പോയി കോപ്പി അടിച്ച് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ, അത് പിന്നെ ഉപകാരം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പ്രോജക്റ്റ് എടുക്കും, അതിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അതെല്ലാം പഠിപ്പിച്ചു തരും, ആ സ്റ്റാർട്ട് ടു ഫിനിഷ് വരെ ഫുൾ സപ്പോർട്ടും തരും. ദെൻ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പ്രോജക്റ്റ് നിങ്ങളുടെ റെസ്യൂമെയിലോ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോസിലൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഭയങ്കര വാല്യൂ ആയിരിക്കും. ഒരു സർട്ടിഫിക്കറ്റിനേക്കാൾ കൂടുതൽ വാല്യൂ ആയിരിക്കും അതിന്. ആരുടെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ ആരുടെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ്, ലൈക്ക് ഞാൻ പുറത്ത് എൻ്റെ ഒപ്പം പഠിച്ചിരുന്ന ആൾക്കാർ, ഞാൻ പഠിപ്പിച്ച ആൾക്കാർ, അവരെല്ലാം പാർട്ടായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഞാനത് കോളേജിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു മാത്രം. അവിടെ സ്റ്റാർട്ട് ചെയ്തതാണ്. അവിടെ ഒരു 2 വർഷം ഫുള്ളും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അപ്പം എൻ്റെ ഫ്രണ്ട്സ് കുറേ ആൾക്കാർ ചോദിച്ചു, ഇങ്ങനെ ലൈക്ക് ഡേറ്റ, നീ കമ്പ്യൂട്ടർ സയൻസാണ് പഠിക്കുന്നത്, ഇതൊന്ന് പറഞ്ഞു തരാമോ, അങ്ങനെ. അപ്പോൾ പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചു. പിന്നെ പണ്ട് ന്യൂസ് വന്നിരുന്ന സമയത്തും കുറേ ആൾക്കാർ റീച്ച് ഔട്ട് ചെയ്തിരുന്നു വേറെ കുറേ കാര്യങ്ങൾക്കായി. അപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് പരസ്യം കൊടുക്കാം, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അവർ പഠിച്ചോട്ടെ, കാരണം ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു തോട്ടിൽ ഞാൻ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തതെന്ന് മാത്രം. ഫീസും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? ഫീസ് അത് ഓരോ ആൾക്കാരും അനുസരിച്ചായിരിക്കും, കാരണം ഓരോ പ്രോജക്റ്റ് അനുസരിച്ചായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ ചെയ്ത പ്രോജക്റ്റ് ബ്രെയിൻ ട്യൂമർ ഇല്ലേ, അപ്പോൾ നമ്മൾ MRI സ്കാൻസിൽ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രെയിൻ ട്യൂമർ എടുക്കുക. അതാണ് ഞാനിപ്പോൾ പേപ്പർ എഴുതി എന്താ പറയുക പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, പബ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതുപോലത്തെ ഒരു മീഡിയം സൈസ് പ്രോജക്റ്റ് ആണെങ്കിൽ അതനുസരിച്ച് അത് ഓരോ ആൾക്കാരുടെ നോളജ് അനുസരിച്ചായിരിക്കും. ഇപ്പം പിന്നെ ഒന്നും അറിയത്തില്ല, ഫസ്റ്റ് സ്ക്രാച്ച് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് കുറേ ടൈം എടുക്കും പഠിപ്പിച്ച് അവരെ സെറ്റാക്കി വരാം. അപ്പം അങ്ങനെ വരുമ്പോൾ കാശ് കൂടും. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ലൈക്ക് ഒരു അണ്ടർ ബഡ്ജറ്റാണ്, കാരണം
എല്ലാവർക്കും പണത്തിന് റീച്ചബിൾ ആവാൻ പറ്റണം. അതന്നെ. അപ്പൊ പിന്നെ ഫിനാൻഷ്യൽ എയ്ഡും കൊടുക്കുന്നുണ്ട്. കാരണം എന്നെ പോലെ പാവപ്പെട്ടവർ കുറെ പേർക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുള്ള കാര്യം എനിക്ക് നന്നായി തന്നെ അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫിനാൻഷ്യൽ എയ്ഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഫ്രീ ആയി കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസിബിൾ അല്ല ഈ ഒരു സിറ്റുവേഷനിൽ. കാരണം 1-on-1 ആണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. 1-on-1 ഗ്രൂപ്പ്സും. പിന്നെ 1-on-1 കുറേ വന്നു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണൽ ടൈം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. എനിക്ക് പഠിക്കാനുണ്ടല്ലോ, ജോലി ലൈക്ക് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രം ഒരു ഫിനാൻഷ്യൽ എയ്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. എങ്ങനെ പോകുന്നറിയില്ല, എന്തായാലും നമ്മളത് മാനേജ് ചെയ്യും ഫിനാൻസിൻ്റെ ഭാഗം. ഇപ്പം സ്റ്റാർട്ടപ്പ് നന്നായിട്ട് പോകുന്നുണ്ട്. PhD ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പം അതിനുള്ള പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള പ്രോസസ്സ് ഓഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പം അതുവരെ അതിനുള്ള ആപ്ലിക്കേഷൻ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ US തന്നെയാണോ അതോ? US തന്നെയാണ് പോകാൻ പ്ലാൻ. കാരണം US കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് മാസ്റ്റേഴ്സ് ഇല്ലാതെ നമുക്ക് PhD പോകാൻ പറ്റുന്നത്. എനിക്ക് 8 റിസർച്ച് ഉള്ളതുകൊണ്ട് എനിക്ക് PhD നേരിട്ട് ചാടാൻ പറ്റുന്നത്. 8 റിസർച്ച് പേപ്പർ എന്തിനൊക്കെയായിരുന്നു? പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടില്ല. 8 റിസർച്ചും ഫുള്ളും ഹെൽത്ത് സയൻസസ് റിലേറ്റഡ് ആണ്. കമ്പ്യൂട്ടർ സയൻസ് മാത്രമല്ലാതെ നമ്മുടെ ഹെൽത്തിന് നോക്കാനുള്ള ഒരു പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അതായത് ബ്രെയിൻ ട്യൂമർ ഡിറ്റക്ട് ചെയ്യുക, ന്യൂറോ സയൻസ് പഠിക്കുന്നത് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുക. അപ്പോൾ അതുപോലത്തെ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്നൊരു റിലേറ്റഡ് ഫീൽഡായിട്ടാണ് ഞാൻ മെയിനായിട്ടാണ് റിസർച്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യയിലും ഞങ്ങളിപ്പോൾ ഞാനുണ്ട് അനിയത്തിയും അതുപോലെ തന്നെ യൂറോപ്പിലത്തെ കുറച്ച് ആൾക്കാരായിട്ട് ഞങ്ങൾ ഒരു റിസർച്ച് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ വെച്ച് തന്നെ സൗത്ത് ഇന്ത്യനെ ഞങ്ങൾ സ്റ്റഡി ചെയ്യുവാണ്. അതായത് ഇവിടുത്തെ ലൈക്ക് സെക്ഷൽ അസോൾട്ട് കേസസും അങ്ങനത്തെ കുറേ കാര്യങ്ങളും എങ്ങനെയാണ് അണ്ടർ റിപ്പോർട്ടഡ് ആയിട്ട് പോകുന്നത്, എത്ര ആൾക്കാർ റിപ്പോർട്ട് ചെയ്തു, എത്ര അണ്ടർ റിപ്പോർട്ടഡ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു കമ്പാരിസൺ സ്റ്റഡി ആയിട്ട് ഒരു വലിയ സ്റ്റഡി നടത്തുന്നുണ്ട് ഞങ്ങൾ. അത് എൻ്റെ വേറൊരു ഓർഗനൈസേഷൻ്റെ പാർട്ടായിട്ടാണ് നടത്തുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ 8 റിസർച്ച് ഉണ്ടാവും മൊത്തം. പിന്നീട് എപ്പോഴെങ്കിലും കമ്പത്തേക്ക് പോയിരുന്നു? ഞാൻ 2 വർഷം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അവരെന്നോട് വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ ഓക്കെ എന്ന് പറഞ്ഞു, റിമോട്ടായിട്ട്. അപ്പം ഞാൻ ഇന്ത്യക്ക് വന്നു. പിന്നെ ഞങ്ങൾ തേനി കമ്പത്തേക്ക് പോയി. അവിടെ പോയി ഒരു 2-3 ആഴ്ച അവിടെ നിന്നു. എന്നിട്ട് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു. ഇപ്പം പറയാം, ആ ഒരു കമ്പത്തെ ഒരു കുഞ്ഞു വീട്ടിൽ നിന്ന് അമേരിക്ക പോലൊരു സ്ഥലത്തെത്തിയത് എന്താണ് ഫസ്റ്റ് മൈൻഡിലെ തോട്ട്? ശരിക്കും പറഞ്ഞ പേടി ഉണ്ടായിരുന്നില്ല. കാരണം ആ സമയത്ത് എനിക്ക് ലാംഗ്വേജ് അറിയുന്നതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ടെമ്പറേച്ചർ ആയിരുന്നു ആദ്യമായിട്ട് ഞാൻ ഫീൽ ചെയ്തൊരു കാര്യം. ഭയങ്കര തണുവായിരുന്നു, സ്നോ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ജാക്കറ്റ് ഇല്ലാതെയാണ് പോയത്. അപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി ജീവിക്കാൻ പറ്റില്ലെന്ന്. പിന്നെ അത്യാവശ്യം ടൈം എടുത്തു ഒന്ന് മാനേജ് ചെയ്ത് വരാൻ. ബട്ട് കൾച്ചറൽ വൈസ്, ട്രഡീഷൻ വൈസ്, എല്ലാ ഫുഡ് വൈസും നോക്കി കഴിയുമ്പോൾ എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മളെ ഇവിടുത്തെ ഫുഡ്സൊന്നും അവിടെ കിട്ടത്തില്ല. ഫുള്ളും ബർഗറും പേസ ആയതുകൊണ്ട് നമുക്ക് പിന്നെ പെട്ടെന്ന് സെറ്റായി വന്നില്ല. ആ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പുതിയ ജീവിതമാണല്ലോ പുതിയ സ്ഥലത്ത്. അതെ, അച്ഛനും അമ്മേനെ എപ്പോഴെങ്കിലും അവിടെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഞാൻ കാണുന്ന ഈ ലോകം അവരെ കാണിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഗ്രാജുവേഷന് അവരെ കൊണ്ടുവരുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ മനസ്സിലായി നല്ലപോലെ കാശ് വേണ്ടി വരുന്നത്. ഒരു $15,000, $10,000 to $15,000 അത്രയ്ക്ക് ആവശ്യമില്ല. അതെന്ന് പറയുമ്പോൾ ഒരു 10-15 ലക്ഷം എന്തായാലും വേണ്ടി വരുമെന്ന് മനസ്സിലായി. എന്നാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്നത് നടക്കത്തില്ല. അത് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പാരൻസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഉണ്ടാക്കിയ കാശും കൊണ്ട് എന്തായാലും ഫ്ലൈറ്റിലെങ്കിലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മിനിമം. അത് ഞാൻ പോണ സമയത്ത് പറഞ്ഞാണ് 3 വർഷം മുമ്പ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് പിന്നെ USA കൊണ്ടുപോകാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരെ ഇവിടെ നിന്ന് ബാംഗ്ലൂരിൽ കൊണ്ടുപോയി. ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്തു, ബാംഗ്ലൂരിൽ പോയി. ഒരു ഫ്ലൈറ്റ് ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരിൽ പോയി, അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നു. അവിടെ കുറച്ച് നാൾ സ്റ്റേ ചെയ്തു. അപ്പോൾ ആദ്യമായിട്ട് അവർക്കൊരു ഫ്ലൈറ്റിൽ പോയി ഒരു എക്സ്പീരിയൻസ് കിട്ടി. അവർ ഭയങ്കര ഹാപ്പിയായി. ലൈഫിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് കുഞ്ഞു കുഞ്ഞു അച്ചീവ്മെന്റ്. എന്താണ് ലൈഫിൽ ഇനി ഒരു പ്ലാൻ? എന്താണ് ലൈക്ക് മുന്നോട്ടുള്ള? എൻ്റെ പ്ലാൻ ടെമ്പററിലി ഞാനിപ്പോൾ ജോലി നോക്കുവാണ്, 1 വർഷത്തേക്ക് അല്ലെങ്കിൽ 1.5 വർഷത്തേക്ക്. കാരണം ഞങ്ങളുടെ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ പിന്നെ അത്രയ്ക്ക് സേഫ് അല്ല. ഇനി കുറേ നാളെയും കൂടി നിൽക്കാൻ സാധിക്കാത്തൊരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് മാത്രം ഞങ്ങൾ വേറെ വീട് നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ കയ്യിൽ പണം ഇല്ലാത്തതുകൊണ്ട് നല്ലൊരു ബുദ്ധിമുട്ടുണ്ട്. വേറെ സ്ഥലമൊന്നും കിട്ടാൻ പോകുന്നില്ല ഈ സമയത്ത്. ഭയങ്കര കാശുമാണ് എല്ലാ സ്ഥലത്തിനും. അപ്പോൾ പിന്നെ എൻ്റെ ഗോൾ എന്ന് പറയുമ്പോൾ 1-2 വർഷം വർക്ക് ചെയ്തിട്ട് അത് കൊണ്ടുണ്ടാക്കുന്ന കാശും കൊണ്ട് ഒരു വീട് വാങ്ങാം. പിന്നെ എൻ്റെ PhD പഠനം നോക്കി ശേഷം നോക്കുന്നുള്ളൂ. ഒരു 1-2 വർഷം വർക്ക് ചെയ്തിട്ട് അത്യാവശ്യം പണം ഉണ്ടാക്കിയതിന് ശേഷം ആ പണം കൊണ്ട് വീട് വാങ്ങാം. എന്നിട്ട് പാരൻസ് ഒന്ന് സേഫ് ആയിരുന്നു. അല്ല, ഇപ്പം ഈ പറയുന്ന ജോബില്ലേ, ഇപ്പം പഠിച്ച കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ജോബ് അമേരിക്കയിൽ തന്നെ കിട്ടത്തില്ലായിരുന്നോ? കിട്ടും. പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ 60 ദിവസം പഠനം കഴിഞ്ഞിട്ട് നിൽക്കാൻ പറ്റും ഗ്രാജുവേറ്റ് ആയതിനു ശേഷം. പക്ഷേ ആ 60 ദിവസം ഞാൻ നിൽക്കണമെങ്കിൽ കുറേ ലക്ഷങ്ങൾ ചിലവാകും. എനിക്ക് സേവിങ്സ് ഒന്നുമില്ല. കാരണം
ഉള്ള കാശ് എന്തൊക്കെ കിട്ടുന്നു അതൊക്കെ കോളേജിലേക്ക് തിരിച്ചു കൊടുക്കുക, ഫീസ് അടയ്ക്കുക, പഠനം കഴിഞ്ഞിട്ട് വരാം. പിന്നെ ബാക്കി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ആ പണം കൊണ്ട് ഒന്നില്ലെങ്കിൽ എനിക്ക് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഹോപ്പ് ചെയ്ത് നിൽക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ആ പണം കൊണ്ട് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരാണെങ്കിൽ ഇവിടെ നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇട്ടിട്ട് അങ്ങനെ കിട്ടുവാണെങ്കിൽ എനിക്ക് ഇനി 2 ആഴ്ച ടൈമുണ്ട്. ആ 2 ആഴ്ചക്കുള്ളിൽ എനിക്ക് കിട്ടുവാണെങ്കിൽ തിരിച്ചു പോകാൻ പറ്റും. ഇനി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ വേറെ കാര്യങ്ങൾ നോക്കാം. ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആണെന്ന് ഞാൻ പറയുന്നില്ല അമർനാഥിന്റെ. എല്ലാം അമർനാഥ് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. കഷ്ടപ്പെടാൻ ഇപ്പം 21 വയസ്സേ ഉള്ളൂ, ഇനിയും കഷ്ടപ്പെടുവാണ് അമർനാഥ്. അപ്പൊ എന്താണ് ലൈഫിലെല്ലാം ഉണ്ടാവും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. സംസാരിക്കാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം, ഭയങ്കര മോട്ടിവേഷൻ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വീട്ടിലൊന്ന് പോവാം. നമ്മളിപ്പോ അമർനാഥിന്റെ വീട്ടിലാണ് വന്നേക്കുന്നത്. ഇതല്ലേ അമർനാഥിന്റെ ഇപ്പോഴത്തെ വീട്? ഇവിടെ നിന്നാണ് ഈ സൗഭാഗ്യങ്ങളെല്ലാം എത്തിപ്പിടിച്ചേക്കുന്നത്. അമർനാഥിന്റെ അമ്മയും പെങ്ങളും ഒക്കെ ഓടുവാ ക്യാമറ കണ്ടിട്ട്. അവരുടെ സ്വകാര്യതയിൽ ക്യാമറ വെച്ചതല്ല ഞാൻ. ശരിക്കും ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആവണം കുട്ടികൾ, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ. അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ സ്വകാര്യതയിൽ ഒന്നും എനിക്ക് വേണ്ട. ഈ ഒരു ഇതിൽ നിന്ന് ആ യൂണിവേഴ്സിറ്റി പോയി പഠിച്ച് എന്താ പറയാ ഗ്രാജുവേഷൻ ആയ ആളാണ്. ബാബാ എന്നെ കണ്ടപ്പോ പൊട്ടൊക്കെ വെക്കാൻ പോയേക്കുക. അമ്മ അവങ്ങൾക്ക് എന്താ പറയാ നാണം വരുന്നു. നാണത്തിനല്ലേ തമിഴ് പറയാ? വെക്കം വരാ? അല്ലല്ല, വെക്കം വരുതാ? ഏൻ എന്നാ கொஞ்சம் ஃப்ரீயா இருக்கேன். என்னோட சொல்லுவா இங்க நிறைய ட்ரெஸ் இருக்கா, கவலைப்பட இருக்கு. நீங்க நீட்னஸா இருக்கும்போது நாங்க எங்க இருக்கிற வித்தியாசம் இருக்குல்ல. നീറ്റ്നെസ്സാ ഇരിക്കണം. ഞാൻ சொன்னே ഇത് വന്ന് തേക്കണ സ്ഥലമല്ല, അപ്പൊ ഇങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ? എന്റെ അപ്പാവ് എന്ത് இருக்காங்க, எல்லாரும் இருக்காங்க, வெயிட் பண்ணுங்க. കൂപ്പിട്. ഇതാണ് അമർനാഥിന്റെ മുത്തശ്ശൻ. താത്താന്നാണ് തമിഴിൽ പറയുന്നത്. പേരെന്നാ? എന്നാ? എന്റെ പേര് വെള്ളച്ചാമി. വെള്ളച്ചാമി. മലയാളം അറിയാം അല്ലേ? എത്ര വർഷമായി കേരളത്തിൽ വന്നിട്ട്? ഞാൻ 82 വന്നത്. 82 29-30 வயசுல இங்க வந்தது. 29-30 வயசுல இங்க வந்தது. அப்புறம் உங்க மகனையும் சேர்த்து இங்க கொண்டு வந்தா? அதுக்கப்புறம் மகனை கொண்டு வந்து 2 மகனும் இங்க கொண்டு வந்து 2 மகனையும் கொண்டு வந்து பாலகிருஷ்ணன் മധുരയിലോ? കൺഗ്രാലേഷൻ. അത് അടിപൊളിയായിട്ടോ, അത് അടിപൊളിയായി ചേട്ടാ. കൺഗ്രാലേഷൻ എന്തിനാന്നറിയോ? അമർനാഥിനെ പോലെ ഒരാളെ നമ്മള് പഠിക്കണം എന്ന് പറഞ്ഞൊരു കത്തയച്ചപ്പോ കൂട്ടിയിട്ട് വന്നില്ലേ, അതിന്. കാരണം അന്ന് അവിടെ വിട്ടിട്ട് പോന്നിരുന്നെങ്കിൽ മുത്തിനെ ഞങ്ങക്ക് കിട്ടുവോ? കിട്ടില്ലല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പം പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പറയുമ്പോ? ഇപ്പം ഓക്കെ അല്ലേ? ഇപ്പൊ ഹാപ്പി അല്ലേ? ഇപ്പൊ വളരെ സന്തോഷം. ആദ്യ കാലങ്ങളിൽ കുറെ അമർനാഥ് കഷ്ടപ്പെട്ടിരുന്നു അല്ലേ? കുറെ ഇവിടെ വന്നിട്ട് ലാംഗ്വേജ് അടക്കമുള്ളത്. ഇപ്പോഴും ആ കത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, ആ പെട്ടിയില വെച്ചത്. ഓ, ആ പെട്ടിയിലായിരുന്നു. ആ പെട്ടിയില വെച്ചിരുന്നു. പക്ഷെ എവിടെയാണ് വീട് മാറുമ്പോ കുറെ വീട് മാറി ഞങ്ങള്. ആണല്ലേ? ഒരു 4 വീടൊക്കെ മാറിയിട്ടുണ്ടാവും. 4 വീട് മാറിയിട്ടുണ്ടല്ലേ? 4 വീട്. വാ ഇവിടെ. ആ, ഭയങ്കര ചമ്മല ആൾക്ക്. ഇത് വായ തുറന്ന നിൽക്കില്ല. വായ തുറന്ന് നിക്കാത്തോടാണോ വായടച്ചു പിടിച്ചേക്കുന്നത്? മലയാളത്തില്. മലയാളത്തില് എല്ലാരും എന്നെ കുറിച്ച് പുകഴ്ത്തി പറയുന്നു അല്ലേ? അങ്ങനെയൊന്നും. പോലീസുകാരിയാ. പ്ലാൻ. അതായത് പുള്ളിയുടെ ആഗ്രഹം എന്താ പറയാ, അർച്ചന അല്ലെ? അർച്ചനയുടെ ആഗ്രഹം നമ്മുടെ എന്താ യൂണിഫോം സർവീസ് ആണ്. പോലീസ് ആവണമെന്നാണോ? അല്ല, ആർമി ജോയിൻ ചെയ്യാനുള്ളതാ. ആർമിയില്? ആർമി ജോയിൻ ചെയ്യാനുള്ള ആള് എന്തെങ്കിലും ഇതിന് വേണ്ടിട്ട് അപ്ലൈ ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യോ? ഇപ്പോൾ റിക്രൂട്ട്മെന്റ് എല്ലാത്തിലും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് മെജോറിറ്റി കിട്ടേണ്ട അഗ്നിവീരിലായിട്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുക. C സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ് അങ്ങനെ കൊടുക്കണം. പക്ഷെ അഗ്നിവീരിക്ക് ഞാൻ കൊടുക്കണില്ല, വേറെ നോക്കണം ഞാൻ. അപ്പൊ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനിയും ടൈമുണ്ട്. ഇനിയും ടൈമുണ്ട്. പൊക്കത്തിന്റെ കാര്യത്തിന് അത് കുഴപ്പമില്ല. 54 ഉണ്ട് എനിക്ക്. 52 ആണ് മെയിനായിട്ട് ആവശ്യമുള്ളത്. ഹൈറ്റ് ഉണ്ട്. ക്യാമ്പ് കുറെ ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ആർമിയിൽ തന്നെ നഴ്സിംഗ് ഉണ്ടല്ലോ, അത് ട്രൈ ചെയ്തുകൂടായിരുന്നോ? എനിക്ക് മെഡിക്കൽ ഇഷ്ടമല്ല. ഇവർക്ക് കൂടുതലും ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഇടിക്കണം, പോയി അടിക്കണം, ഇടിക്കണം. അങ്ങനെയല്ല, മെഡിക്കൽ കൊറേ പഠിക്കണം. എനിക്ക് പഠിക്കാൻ ഞാൻ ചേട്ടായെ പോലെ അല്ല. അല്ല, അവന് പഠിക്കാൻ ഇഷ്ടം, അവൻ അവന്റെ വഴി പോകും. എനിക്ക് അതല്ല താല്പര്യം. കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റി ഫോക്കസ്ഡ് ആയിട്ട്. വെടിവെക്കണം. അതറിയാം, വെടിവെക്കണം. കൊല്ലണം. മറ്റേ ശത്രുക്കളെ ഒന്നും തമാശക്ക് നമ്മൾ പറയും, ഇവരെയൊക്കെ അതിർത്തിയിലേക്ക് വിട്ടാ പിന്നെ വരത്തില്ല. അതുപോലെയാണ്, അതിർത്തിയിലേക്ക് വിട്ടാ പിന്നെ ആരും ശത്രുക്കളൊന്നും അവിടെ വരത്തില്ല അല്ലേ? സേഫ് ആണല്ലേ? സേഫ് ആണ്. എന്താ അമ്മയുടെ പേരെങ്ങനെയാ? ജയലക്ഷ്മി എന്റെ പേര്. ജയലക്ഷ്മി മുരുകേശ്വരൻ
ഇവിടെ വാ, ഇവിടെ പോവാ അർച്ചന. അല്ല മക്കൾക്ക് എന്താ ഈ ഒരു അമർനാഥ് അർച്ചന ഒരു മലയാള ടച്ച് ഉണ്ടല്ലോ പേരിന്? ഇല്ല ശരിക്കുള്ള പേര് ഇത് വെച്ചതാ, ആ, ശരി. ആള് വെച്ചതാണ് അത്. ഇതാണ് എന്റെ കുലദേവിയുടെ ദൈവത്തിന്റെ കുലദൈവത്തിന് അർച്ചനമൂർത്തിയാണ് ഞങ്ങളുടെ തമിഴ്നാട്ടിലെ. അപ്പൊ അവർക്ക് വെച്ചത് അർച്ചന. ഒരു ശരിക്കും നല്ല പേര് വെച്ചത് അമൃതാണ് വെച്ചതാ. അമൃതാണ് വെച്ചത്. അപ്പൊ അത് ഇതായിട്ടില്ലേ, അപ്പൊ അർച്ചന മാത്രം ഇപ്പൊ എല്ലാരും വിളിക്കുന്നുണ്ട്. അമർനാഥിന്റെ എങ്ങനെയാ? അമർനാഥ് ഇത് അത് ഞാൻ വെച്ചതാ. ഞാൻ ശിവന്റെ ഭക്തരാണ്. ആരാ? ഞാൻ ശിവനെ ഇഷ്ടപ്പെട്ട ആളാണ്. ഓ, ശിവന്റെ മറ്റൊരു പേരാണ് അമർനാഥ്. അതാണ്. അതുകൊണ്ടാണ് ആദ്യം ഞാൻ കൈലാസ് വയ്ക്കാനാണ് തീരുമാനം. കൈലാസ് വെക്കാൻ തീരുമാനിച്ചു. അപ്പൊ പിന്നെ കൈലാസ്, ഋഷികേശ്, അമർനാഥ് എന്ന് വിചാരിക്കുമ്പോ ലൈനിൽ തേക്കുമ്പോ ഒരു കുഞ്ഞുവാവെ ഈ പേരെടുത്ത് കൊടുത്തതാ. ഓക്കെ. അവനിപ്പോ തൃശ്ശൂരിലാണ്, അവന് ഫിൻലാൻഡുകാരനാണ്. ആ കുഞ്ഞുവാവയാണ് അമർനാഥിന് പേരെടുത്ത് കൊടുത്തത്. മനസ്സിലായോ? തേച്ചോണ്ടിരിക്കുമ്പോ ഈ 3 പേരിൽ ഒരു പേര് സെലക്ട് ചെയ്യാൻ പറഞ്ഞപ്പോ ഒരു കുഞ്ഞുവാവ സെലക്ട് ചെയ്താണ് അമർനാഥ് എന്നുള്ള പേര്. അങ്ങനെയാണ് ഇപ്പൊ ആ കുഞ്ഞുവാവ ഫിൻലാൻഡിലാണെന്ന് അല്ലേ? അല്ല, അത് 50-40 വർഷമായിട്ട് താത്ത ഇവിടെ തേക്കുന്നത്. ഇപ്പൊ ഈ ചുറ്റുവട്ടത്തിലെ വെള്ളച്ചാമി ആര് മുറിയസനാർന്ന് അധികം അറിയില്ല. ഇവ വന്നപ്പോഴാണ് ഞങ്ങള് ഭയങ്കര പോപ്പുലറായി. മുറിയസന ആരെന്ന് അറിയില്ല ശരിക്ക്. ഞാൻ ഫാമിലി ആയിട്ട് വന്ന് 10 കൊല്ലായി. അപ്പൊ മുറിയസൻ ആറാണ് ഈ ഏരിയയിൽ അറിയില്ല. അത്രയ്ക്കും പതുക്കെ പോയിട്ട് പതുക്കെ വരണാണ്. അപ്പൊ ഇവൻ പേപ്പറില മുറിയസ നീയാണെന്ന് പറയണ. അന്നലൊക്കെ ഞങ്ങളെ ഇതാക്കി അമർ. കണ്ടിപ്പാ ഇവൻ പേരോട് അമർനാഥ് എന്ന് പറഞ്ഞാൽ മരണമില്ലാത്തവൻ എന്നാണ് അർത്ഥം. പക്ഷെ മരണമില്ലാത്തവൻ എന്നതിനപ്പുറം തന്നെ പേരും പ്രശസ്തിയും കൊണ്ടിരുന്നവനും കൂടി ഉണ്ട് അല്ലേ? 2-3 പ്രാവശ്യം മരിക്കാനുള്ള ആളാ. ജീവിച്ചു വന്നതാണോ? എന്ത് പറ്റി? ആദ്യം അത് ചുമ്മാ അതൊരു തമാശ അല്ല, ആദ്യം അവന് തേക്കുമ്പോ ചെറിയ ചെറുപ്പത്തിലെ കൊണ്ടുപോയി കിടക്കാൻ വേണ്ടി ഇവിടെ തൊട്ടടുത്താണ് കാറ്. അത് കാറ് റിവേഴ്സ് എടുക്കുമ്പോ സൈലന്റാ. ഞാൻ പുറത്തേക്ക് പോയി. അപ്പൊ അങ്ങനെ സൈലന്റ് ആകുമ്പോ ഇവനെ കേട്ടാൻ വേണ്ടിട്ട് പെട്ടെന്ന് എഴുந்திരിച്ച് മാറി വന്നു. പിന്നെ ഒരു പ്രാവശ്യം പുഴയിലെ കുളിക്കാൻ പോയിട്ട് പോയി. പിന്നെ ഒരാൾക്കാരെ അറിയില്ല ഇപ്പൊ അറിയാട്ടാ. അങ്ങനത്തെ 2-3 സംഭവങ്ങൾ വന്നിട്ട് അവൻ വന്നു. അവൻ എല്ലാത്തിനും ജയിച്ചു വന്നത് പെരുമപ്പെടുത്താൻ തന്നെയാണ്. അങ്ങനെയല്ലേ പറയാ പെരുമ. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറിയിട്ട് എന്ത് തോന്നി? സന്തോഷം ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് വെച്ചതല്ലേ ഫ്ലൈറ്റിൽ ഞങ്ങളെ കൊണ്ട് പോണത്. ഭയങ്കര സന്തോഷം. ഇവിടെ ഫ്ലൈറ്റ് പറക്കുമ്പോൾ അത് മറയുന്നവരെ കാണും. അപ്പൊ നമ്മൾ അവനെ കയറ്റി കൊണ്ടുപോകുമ്പോ വളരെ സന്തോഷമായി. പിന്നെ അവിടത്തുള്ള കൊറേ പാർക്കും ബീച്ചും കൊണ്ടുപോയി കാണിച്ചിട്ട് വണ്ടർല അത് ഇത് കൊറേ ചെലവാക്കി. ഒരു പ്രാവശ്യമല്ലേ പിന്നെ അത് പറ്റില്ലേ? അത് എങ്ങനെ ഉണ്ടെന്ന് ഓരോ ആഗ്രഹം ഉണ്ടാവില്ലേ? ഇത് ഫ്ലൈറ്റ് എങ്ങനെ ഉണ്ടാവും, ഇത് എപ്പിടി പോകണം പറഞ്ഞ. അപ്പൊ അത് കാരണം കൊണ്ടുപോയിട്ട് വന്നപ്പോ എന്താണെങ്കിലും അമർനാഥിനെ പോലെ ഒരു മകനെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യം. അതുപോലെ തന്നെ ഒരു അച്ഛനും അമ്മേനെയും കിട്ടിയത് അമർനാഥിന്റെ ഭാഗ്യം. ലൈഫിൽ പഠനമാണല്ലോ. அப்படி சொல்லக்கூடாது. வந்து പഠിപ്പിച്ചില്ലേ? അതാ അത് 5 തൊട്ട് വരെ മുറിയാസൻ ഇംഗ്ലീഷ് മീഡിയം പഠിக்க വെച്ചതാ. സൂപ്പർ. കണ്ണൊക്കെ അറിയുന്ന എന്താ? കണ്ണൊക്കെ അറിയുന്നേ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയാണ്. എന്തേ? സന്തോഷത്തിനെ ക്യാമറ വേണ്ട, എന്നെ കൂടെ കരയൊക്കെണ്ട. ഇല്ല പഠിപ്പിച്ച് ഇത് ദുഃഖത്തിന്റെ കണ്ണീരല്ല, സന്തോഷം. அந்த அழகு அந்த ஹாப்பினஸ் அந்த பீக்ல எத்தி எல்லாரும் அழுதுகிட்டு எல்லாரும் தாத்தா நம்ம அமர்தானே தானே பயங்கரம்ல ലോകത്തിൽ கிடைக்காத ஒரு பேரை எல்லாரும் முத்தம் கொடுக்குறாங்க லைன்ல எனக்கு. താത്താനെ ഇപ്പൊ എല്ലാരും കണ്ടാൽ ഉമ്മ കൊടുക്കും. നാട്ടിലൊക്കെ പോകുമ്പോ എല്ലാം അതാണ് താത്ത. എത്രയോ ആളുകൾ ആഗ്രഹിക്കുന്ന വെളിയിൽ പോയി പഠിക്കാനൊക്കെ. അമർനാഥിന്റെ കഷ്ടപ്പാടിന്റെ ഫലമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കഷ്ടപ്പാട് അധികം ഹെൽപ്പില്ല. തന്നെത്താനെ അത് ചെയ്തതാണോ? ഞങ്ങൾക്ക് അതൊന്നും അറിയില്ലല്ലോ. പഠിക്കാൻ സ്കൂളിൽ വിടുന്നത് മാത്രമാണ്. പിന്നെ പഠിച്ചു പറഞ്ഞതൊക്കെ അവനല്ലേ. അപ്പൊ അവൻ തന്നെ മുയற்சியில ചെയ്ത് പിന്നെ കൂട്ടുകാരനുള്ള ഫ്രണ്ട് കിട്ടിയ ഭാഗ്യം. തീർച്ചയായും അത് വലിയ ഭാഗ്യമാണ്. ഭാഗ്യം അത് കാരണം അവനെ ഒരു സ്റ്റെപ്പ് കയറി പോവാനുള്ള വഴി കിട്ടി. അവന്റെ കൂട്ടുകാരന്റെ അമ്മയാണ് ഇത്ര സഹായം ചെയ്തത്. മറ്റൊന്നുമില്ല, അവരുടെ അമ്മയാണ് കൂടുതൽ
സഹായിച്ചത്. അവരാണ് ആദ്യം പത്രത്തിലിട്ടിട്ട് പിന്നെ സഹായങ്ങളൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ നന്ദി പറയാൻ പറഞ്ഞാൽ അവിടെ ജോർജോടെ അമ്മയാണോ പിന്നെ സ്കൂൾ മിസ്സുമാരും മിനി മിസ്സും സുബി മിസ്സും ഞങ്ങള് ആദ്യം 10th പഠിക്കുമ്പോ ഒരു വാച്ച് പിടിക്കാനും കൂടി കാശില്ല. അപ്പൊ അവരാണ് ഇനി എക്സാം എഴുതുമ്പോ എന്തിനാ വാച്ച് പിടിക്കാണ്ട് വാച്ച് വെന്ത് മേടിച്ച് കൊടുത്തിട്ട് പിന്നെ എക്സാം കിട്ടതാ. അപ്പൊ അവരൊക്കെ ഭയങ്കര ഹെൽപ്പ്, ടീച്ചേഴ്സ്മാരൊക്കെ നല്ല ഹെൽപ്പ്. ഞാൻ പറഞ്ഞില്ലേ ചിലവരെ ചില സ്ഥലത്ത് എത്തണം, അത് എത്തപ്പെടാൻ കുറെ ആളുകൾ ഉണ്ടാവും. അതില് നമുക്ക് നിങ്ങൾ ഇവിടോട്ട് വന്നതും കല്ലും മുളന്ന് പറഞ്ഞതൊക്കെ ഇപ്പം നമ്മൾ അതൊക്കെ എന്താ പറയാ അതൊക്കെ അത്രയും കഠിനമായ പരീക്ഷണം താണ്ടിയത് ഇത്രയും ഒരു നല്ല സന്തോഷത്തിന് വേണ്ടിയിട്ടാ. അത് ഇപ്പൊ പറയില്ല സന്തോഷം, സന്തോഷം. 2ാം ക്ലാസ് 3ஆம் கிளாஸ் படிச்சுட்டு கேரளாவில் வந்து படித்து எல்லாத்துலேயும் திறமை வந்து இப்போ அமெரிக்காவும் போய் திறமை வந்திருக்கான்னு பாராட்ட வேண்டியதில்லை. കണ്ടിപ്പാ പാരാട്ടണം എന്ന് പറഞ്ഞാൽ അഭിനന്ദിക്കണം. ഞാൻ കുറച്ച് തമിഴ് പടമൊക്കെ കാണുന്നുണ്ട്, കുറച്ച് തമിഴൊക്കെ പറയാമായിരുന്നു. നല്ല തമിഴ് നന്നായി പറയുന്നുണ്ട്. தமிழையும் படிச்சுட்டு கேரளாவும் படித்து காலேஜும் மார்க்கும் வாங்கி அமெரிக்காவும் போய் மார்க் வாங்கி திறமையாக வந்திருக்கான்னு சந்தோஷம் இல்லை? சந்தோஷம் தான் பெரியப்பா. எனக்கு இந்த பேச்சு வார்த்தை நான் ஃபர்ஸ்ட்ல வார்த்தையாக்கி வச்சிருந்தேன். அந்த டைம்ல எனக்கு அமர்நாதனை ரொம்ப பிடிக்கும். அப்புறம் இவ வந்து இங்க இறங்கியதுக்கு அப்புறம் என்ன கால் பண்ணி, அக்கா எனக்கு நான் வந்து இந்த மாதிரி செய்திருக்கேன், எனக்கு இந்த ஸ்கில் டெவலப்மெண்ட். அப்புறம் நானே நினைச்சிருக்கேன் எனக்கு இவனை வந்து ഒന്ന് பார்க்கணும், ஜஸ்ட் வந்து பார்க்கணும், அவ்வளவுதான். നിങ്ങളെ എല്ലാരും பார்க்கணும், അതാണ് ഞാൻ വന്നേ. അല്ലാതെ നിങ്ങളുടെ ഈ കുഞ്ഞു സൗകര്യമുള്ളത്തെ വീടോ അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ലൈക്ക് എനിക്കൊന്ന് നിങ്ങളെല്ലാം ഒന്ന് കാണണം, ഭയങ്കര സന്തോഷം. അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കും. ഇനി കേട്ടല്ലോ, സർവീസ് കയറാൻ പോലെ എന്തും എന്നെ ഇപ്പഴേ പേടിപ്പിക്കുക. അവളങ്ങനെ വായിസ് നല്ല സ്ട്രോങ് ആണ്. சாஃப்டான வயிற்று, அது ஹெட்டான வயிற்று. இது சாஃப்டா பேசும், கொஞ்சம் ரூடாയിട്ട് இருக்கும். அது நல்ல டைப். ஆனா டோனൊക്കെ ഭയങ്കര എന്നെ പോലെ நான் பயங்கர சவுண்டா பேசுவேன். இப்போ இவரான சாஃப்டா பேசும், நான் സൗണ്ട് കൊടുത്ത് பேசும். ഇത് അത് ഇല്ലെങ്കിലും തമിഴിലെ സിനിമയിൽ കാണുമ്പോ പോലും സ്ത്രീകള് നല്ല ഒച്ചയില് അവരുടെ പുരുഷന്മാരെ തിട്ടണത് കേൾക്കാൻ നല്ല വീട്ടിൽ വന്ന കൊറേ കാണാം. അല്ല ഞാൻ തമാശ ഒന്നല്ല, തമിഴിൽ ശരിക്കും കുടിച്ച് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതാ. അത് തമാശക്ക്, പക്ഷെ അത് നല്ല രസമാണ്. അപ്പൊ അമർനാഥ് ലൈഫിലെല്ലാം ഇനി ഉണ്ടാവട്ടെ. ഓക്കെ, നീ കഷ്ടപ്പെടുന്നു എനിക്കറിയാം. ഓക്കെ.